നമസ്കാരം. അതിദാരിദ്ര്യമൊക്കെ കഴിഞ്ഞ് സംസ്ഥാനം അതിസമ്പന്നമായ സ്ഥിതിക്ക് ഇനി നമുക്ക് അയൽ രാജ്യങ്ങളെ കൂടി സഹായിക്കാം. സേലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു. അയൽ രാജ്യങ്ങളെ സഹായിക്കുന്ന കഥ പിന്നാലെ വരുന്നുണ്ട്. ഒക്ടോബർ മാസം പൂർത്തിയായ സ്ഥിതിക്ക് എന്തായാലും 1,00,000 കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ് ഏകദേശം സെയിലിംഗ് കമന്ററിയുടെ ഒരു നിരീക്ഷണം. 49 കപ്പലാണെങ്കിൽ പോലും ഹാൻഡിൽ ചെയ്യപ്പെട്ട കണ്ടെയ്നറുകളുടെ എണ്ണം 1,07,000 1,08,000 ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കൃത്യമായ കണക്ക് കിട്ടും. എന്തായാലും 1,00,000 മുകളിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ് സെയിലിംഗ് കമന്ററിയുടെ നിരീക്ഷണം. 3 കാര്യങ്ങളാണ് എപ്പോഴും സെയിലിംഗ് കമന്ററി പരിശോധിക്കുന്നത് ഓരോ മാസവും. അതിലൊന്ന് എത്ര കപ്പലുകൾ വന്നു എന്നുള്ളത്. അത് 49 കപ്പലാണ്. അത് കുറവാണ്. കഴിഞ്ഞ മുൻമാസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 49 കുറവാണ്. ഏപ്രിൽ 45, മെയ് 48, ജൂൺ 42, ജൂലൈ 43, ഓഗസ്റ്റ് 50. ഓഗസ്റ്റിൽ 50 പോയിട്ടുണ്ട്. ഇത് സാമ്പത്തിക വർഷത്തെ മാത്രമാണ്. കഴിഞ്ഞ മാർച്ചിൽ 52 വരെ പോയി. സെപ്റ്റംബർ 39, ഒക്ടോബർ 49. അപ്പൊ 50 നിന്ന് വീണ്ടും താഴോട്ട് വന്നതാണ് ഒക്ടോബർ മാസത്തെ കണക്ക്. മാർച്ചിൽ 52 നിന്നും താഴോട്ട് വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ടേൺ അറൌണ്ട് ടൈമാണ്. അതിൽ വലിയ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ടേൺ അറൌണ്ട് ടൈം ഏകദേശം 27 മണിക്കൂറായിരുന്നു കഴിഞ്ഞ മാസം. അതിപ്പോ 23.53 മണിക്കൂറായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് പോർട്ട് യൂട്ടിലൈസേഷനാണ്. പോർട്ട് യൂട്ടിലൈസേഷന്റെ കാര്യത്തിൽ 79.65%. അതും വളരെ കുറവാണ്. മുൻ മാസങ്ങളെ അപേക്ഷിച്ച് വല്ലാതെ താഴോട്ട് പോയി. കാരണം എന്താണ്? വാർഫിൽ മറ്റ് കപ്പലുകൾ കിടക്കുകയാണ്. സർവീസിന് വന്ന കപ്പൽ ഉൾപ്പെടെ കിടപ്പുണ്ട്. ഏപ്രിലിൽ പോർട്ട് യൂട്ടിലൈസേഷൻ 91.25. അടുത്ത മാസം മെയ്യിൽ 95.11, പിന്നെ 104.96, ഏറ്റവും കൂടി 104.96, പിന്നെ 93.46, 95.07, 96.24. ഇത് 100% തുല്യമാണ് ഈ കണക്ക്. പക്ഷേ ഒക്ടോബർ മാസത്തിൽ അത് 79.65% കുറഞ്ഞു. ചില ദിവസങ്ങളിൽ കപ്പലുകൾ ഇല്ലായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് ഇതുപോലുള്ള അഗിതേത കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ഇപ്പൊ ഖൈമിയ 4 ദിവസം 5 ദിവസമായിട്ട് ഖൈമിയയും ബർത്തിലുണ്ട്. അതുകൊണ്ടാണ് പോർട്ട് യൂട്ടിലൈസേഷൻ കുറഞ്ഞത്. ഈ 3 ഘടകങ്ങളാണ് നമ്മൾ ഓരോ മാസവും പരിശോധിക്കുന്നതെങ്കിൽ 49 കപ്പലുകൾ വന്ന സ്ഥിതിക്ക് 1,00,000 പുറത്താകും. നമ്മുടെ താരതമ്യം ഇന്ത്യയിലെ പോർട്ടുകളുമായിട്ടല്ല. ഏറ്റവും അടുത്തുള്ള ശ്രീലങ്കയിലെ കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനലുമായിട്ടാണ്. അവരുടെ കണക്ക് കൂടി ലഭിക്കുന്ന മുറയ്ക്ക് അറിയിക്കാൻ ശ്രമിക്കാം. സെയിലിംഗ് കമന്ററിയുടെ ഒരു സുഹൃത്ത് ഒരു മെസ്സേജ് അയച്ചു ഇന്നലെ രാവിലെ. വിഴിഞ്ഞ ഭാഗത്ത് സ്ഥലമെടുക്കാൻ നല്ലൊരു കമ്പനി എന്റെ കയ്യിൽ വന്നു നിൽക്കുന്നു. അവരുടെ ആവശ്യം 500 മുതൽ 600 ഏക്കർ ആണ്. അത്രത്തോളം സ്ഥലം കിട്ടാവുന്ന ഏരിയ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും 3 മുതൽ 5 കിലോമീറ്ററിനകം ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ അത് സെന്റിന് 5 ലക്ഷം രൂപ വരെ ആകാവുന്ന വസ്തു ലഭ്യമാണെങ്കിൽ അറിയിക്കാമോ? ഗവൺമെന്റ് വിചാരിച്ചാൽ മാത്രമാണ്. സ്ഥലമുണ്ടാവും, തീർച്ചയായിട്ടും സ്ഥലമുണ്ടാവും. പല ആളുകളുടെ കൈവശമായിരിക്കും ഇരിക്കുന്നത്. 2 ഏക്കർ 3 ഏക്കർ 5 ഏക്കർ ആ ലെവലിൽ ആളുകളുടെ കയ്യിൽ സ്ഥലമുണ്ടാകും. ഗവൺമെന്റ് മുന്നിട്ടിറങ്ങിയാൽ ഇത് കൺസോളിഡേറ്റ് ചെയ്തെടുത്ത് 400, 500, 600 ഏക്കർ ആക്കി തരാൻ പറ്റും. പക്ഷെ ഇപ്പോ നിർഭാഗ്യവശാൽ പോർട്ടിന്റെ പരിസരത്തൊക്കെ മോഹവിലയാണ്. 10ഉം 15ഉം ഒക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു വില കൊടുത്ത് ഒരു വ്യവസായിക്കും ഒരു വ്യവസായം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഗവൺമെന്റ് മുന്നിട്ടിറങ്ങി ആദ്യം ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഭൂമി ഇതുപോലെ വ്യവസായികൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം നിലവിൽ കൊണ്ടുവരണം. അതിന് ഭൂമി 3ാമത്തെ ഭൂമിയും അക്ഷയ് കണ്ടുപിടിച്ചു. 3ാമത്തെ ഭൂമി പോർട്ടിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ, പോർട്ടിൽ നിന്ന് മെയിൻ റോഡിൽ 6 കിലോമീറ്റർ കൃഷി വകുപ്പിന്റെ കയ്യിൽ 40 ഏക്കർ സ്ഥലമുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഇവിടെ ഒരു വ്യവസായം വരാൻ പാടില്ല.
ഇവിടെ പാർക്ക് വരാൻ പാടില്ല, ലോജിസ്റ്റിക് പാർക്ക് വരാൻ പാടില്ല, വെയർഹൌസ് വരാൻ പാടില്ല, ഒന്നും വരാൻ പാടില്ല, എല്ലാം പ്രിൻസിപ്പൽ സെക്രട്ടറി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ നേരത്തെ സെയിലിംഗ് കമ്മിറ്റി കണ്ടുപിടിച്ചല്ലോ. കേരള മാരിടൈം ബോർഡിന്റെ കയ്യിൽ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ കയ്യിൽ, ഇവിടെ ഇപ്പോ കൃഷി വകുപ്പിന്റെ കയ്യിൽ 40 ഏക്കർ. ഇതിനെ തുടർന്ന് ഇതിന്റെ ബാക്കിലോട്ടുള്ള സ്ഥലങ്ങൾ കൂടെ എടുക്കാൻ പറഞ്ഞാൽ 400, 500, 600 ഏക്കറൊക്കെ ഗവൺമെന്റ് വിചാരിച്ചാൽ എടുത്തു കൊടുക്കാൻ പറ്റും. പക്ഷേ കൊടുക്കില്ല. കാരണം എന്താണ്? തലസ്ഥാനം രക്ഷപ്പെടാൻ പാടില്ല, മറ്റ് ജില്ലകളുടെ താഴെ കിടക്കണം എന്നുള്ളതാണ് സർക്കാർ നയം. അതുകൊണ്ട് ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. ജനങ്ങൾ മുന്നിട്ടിറങ്ങി ഗവൺമെന്റിന്റെ ഈ കള്ളത്തരം, ഈ പൂഴ്ത്തിവയ്പ്, പണ്ടെന്താണ് അരി പൂഴ്ത്തിവെക്കുന്നവരെ പിടിക്കാൻ സർക്കാർ ഇറങ്ങും. ഇത് സ്ഥലം പൂഴ്ത്തിവെച്ചിരിക്കുന്ന ലാൻഡ് ഹണ്ടിങ് നടത്തണം നമ്മൾ. ഗവൺമെന്റിന്റെ ലാൻഡ്, പുറമ്പോക്ക് ലാൻഡ്, ഗവൺമെന്റിന്റെ ലാൻഡ് ഇതുപോലെ എവിടെയൊക്കെ ഉണ്ട്, തിരുവനന്തപുരം ഏറ്റവും കുറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിൽ എവിടെയൊക്കെ ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിച്ച് ഗവൺമെന്റിനെ അറിയിക്കാം. പൂഴ്ത്തിവെക്കുന്നത് അവർ തുടരട്ടെ. ഈ പൂഴ്ത്തിവെപ്പ് തുടരുന്നിടത്തോളം കാലം നമുക്ക് 2026 മെയ് മാസം വരെ ഈ പൂഴ്ത്തിവയ്പ് തുടരണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. എങ്കിൽ മാത്രമാണ് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങൾ, ഗവൺമെന്റിന്റെ സ്ഥലങ്ങൾ, സ്വകാര്യ സ്ഥലങ്ങളല്ല, സ്വകാര്യ സ്ഥലങ്ങൾ മറ്റ് ഏജൻസികൾ, ചേംബർ ഓഫ് കോമേഴ്സും ട്രിവാൻഡ്രം ഇന്ത്യനും ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് ഗവൺമെന്റിന്റെ ഓൺ ഭൂമി, ഈ പറഞ്ഞതുപോലെയുള്ള കൃഷി വകുപ്പിന്റെ 40 ഏക്കർ വിഴിഞ്ഞത്തിന് തൊട്ടടുത്ത്. അവരുടെ കയ്യിൽ ഇനിയും ഇതുപോലുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട്, കൂടാതെ പുറമ്പോക്ക് സ്ഥലങ്ങൾ എവിടെയുണ്ട്, ഇവയുടെയൊക്കെ വിവരങ്ങൾ തന്നാൽ നമുക്ക് ബന്ധപ്പെട്ടവരെ അറിയിക്കാം. വിവരം വാട്സാപ്പിൽ 9847124633 ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. ഇനി നമുക്ക് അതിദരിദ്രവും അതിസമ്പന്നവുമായ സംസ്ഥാനത്തിലോട്ട് വരാം. ദാരിദ്ര്യം ഇവിടെ നിലനിൽക്കണമെന്നുള്ളതാണ് സർക്കാരിന്റെ മുഖമുദ്ര. ഒരാളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഈ ദാരിദ്ര്യം പിടിച്ചവർ ബ്രാഞ്ച് സെക്രട്ടറിയുടെ മുമ്പിൽ പോയി നിന്നാൽ മാത്രമാണ് അത് വോട്ടാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതിദരിദ്രം എന്നുള്ളത് 2025 നിലവിലുണ്ടെന്ന് ഗവൺമെന്റിന് പ്രഖ്യാപിക്കണം. അതിദരിദ്രം, അതിൽ നിന്ന് മുക്തമായി എന്ന് പ്രഖ്യാപിക്കാൻ 1.5 കോടി രൂപയാണ് ചെലവാക്കുന്നത്. ഈ പറയുന്ന അതിദരിദ്ര അതിസമ്പന്നർ തൊട്ടടുത്ത രാജ്യങ്ങളെയും പോർട്ടുകളെയും സമ്പന്നമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രീ ഗോപിദാസ് അദ്ദേഹം ഒരു യാത്ര നടത്തുമ്പോൾ ചെന്നൈയിലെ കാട്ടുപള്ളി അതുവഴി ശ്രീഹരിക്കോട്ടയിൽ അദ്ദേഹം പോവുകയാണ്. ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിൽ പോകുമ്പോൾ, ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിലോട്ട് പോകുന്ന വഴിക്ക് തുരുതുരായാണ് കണ്ടെയ്നറുകൾ. ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ എത്ര തൊഴിലാണെന്നറിയാമോ? ഈ കണ്ടെയ്നർ പോകുന്നതും വരുന്നതും, അവിടെ സ്റ്റഫിങ്ങും ഡീസ്റ്റഫിങ്ങും എത്ര തൊഴിലായി. അല്ലാതെ വെറുതെ കണ്ടെയ്നറിന്റെ ഭംഗിയല്ല പറയുന്നത്. ഇത് മുഴുവൻ തൊഴിലവസരങ്ങളാണ്, പാവപ്പെട്ടവർക്കുള്ള വരുമാനമാണ്. ഇങ്ങനെ അദ്ദേഹം ഒരു കണ്ടെയ്നർ എടുത്ത് അയച്ചു തന്നപ്പോൾ അത് ചെന്നൈയിൽ എത്തിയിരിക്കുന്നത് എവിടുന്നാണ്? അൽ ജുബൈൽ, സൗദി അറേബ്യയിലെ അൽ ജുബൈൽ. അൽ ജുബൈൽ നിന്ന് 3 കപ്പൽ മാറുന്നുണ്ട്. അൽ ജുബൈൽ നിന്ന് ജബലലി, ദുബൈയിലെ ജബലലി, പാവപ്പെട്ട രാജ്യമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ കണ്ടെയ്നർ അവിടെ ഒന്ന് കയറ്റി ഇറക്കിയാൽ അവർക്ക് കഞ്ഞി കുടിക്കാനുള്ള പൈസ കിട്ടും. ദുബായ് ഷെയ്ഖിന് കഞ്ഞി കുടിക്കാൻ അതിസമ്പന്നമായ കേരള സർക്കാർ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു കപ്പൽ, അത് കഴിഞ്ഞ് 2ാമത്തെ കപ്പൽ അവിടെ നിന്ന് നേരെ വരുന്നത് കൊളംബോയാണ്. കൊളംബോയും പട്ടിണിയാണ്. കൊളംബോയ്ക്കും കുറച്ച് പൈസ കൊടുക്കാൻ കേരള സർക്കാർ, അതിസമ്പന്നമായ കേരള സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ ആ കപ്പൽ കൊളംബോയിൽ കയറുന്നു. പിന്നെ അവിടെ നിന്നാണ് 3ാമത്തെ കപ്പൽ, ട്രാൻസ്ഷിപ്മെന്റ് കഴിഞ്ഞ് 3ാമത്തെ കപ്പൽ ചെന്നൈയിലെത്തുന്നു, എണ്ണൂറിലെത്തുന്നു. അവിടെ നിന്ന് പോകുന്ന വഴിക്കാണ് ശ്രീ ഗോപിദാസ് ഈ ചിത്രമെടുത്ത് അയച്ചത്. ഏകദേശം 29 ദിവസം. അൽ ജുബൈൽ നിന്ന് എണ്ണൂറിലെത്താൻ 29 ദിവസം. കേവലം 7 ദിവസം കൊണ്ട് അൽ ജുബൈൽ നിന്ന് നേരിട്ട് TRV സർവീസ് ഉണ്ട്. നേരിട്ട് സൗദി അറേബ്യയിലെ അൽ ജുബൈൽ നിന്ന് നേരിട്ട് 7 ദിവസത്തിനകം എത്തുന്ന ഒരു സർവീസ് ഉണ്ടായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വളഞ്ഞ വഴി സ്വീകരിക്കുന്നത്? ഇവിടെ ഗേറ്റ് തുറക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഗേറ്റ് തുറക്കാതെ ദുബായ് ഷെയ്ഖിനെ സഹായിക്കണം, ശ്രീലങ്കൻ സർക്കാരിനെ സഹായിക്കണം, നാട്ടുകാരെ മുഴുവൻ സഹായിക്കണം. കാരണം എന്താണ്? നമ്മളിങ്ങനെ കൊടി വലിച്ചിരിക്കുന്ന സമ്പന്നരാണല്ലോ. ഇങ്ങനെയുള്ള ട്രാക്കിംഗ്, കഴിഞ്ഞ മാസത്തെ ട്രാക്കിങ്ങിൽ വിജയിച്ചത് ശ്രീ രാജുവാണ്. വർക്കല സ്വദേശി രാജു. അദ്ദേഹം ചെന്നൈയിൽ പോയിട്ട് എടുത്ത കണ്ടെയ്നർ തുടക്കത്തിലായിരുന്നു, 1-ാം തീയതിയോ മറ്റാണ് നമ്മൾ കൊടുത്തത്. ഏകദേശം 107 ദിവസം കൊണ്ട് അമേരിക്കയിലെ ചാൾസ്റ്റൺ പോർട്ടിൽ നിന്ന് എണ്ണൂറിലെത്തിയ കഥയാണ്. എവിടെ നിന്നൊക്കെയാണ് പോകുന്നത്? ചാൾസ്റ്റൺ നിന്ന് അബുദാബി, അബുദാബിയിൽ നിന്ന് മുണ്ട്രയിൽ നിന്ന് കൊച്ചി, കൊച്ചിയിൽ നിന്ന് വിശാഖപട്ടണം,
വിശാഖപട്ടണത്ത് നിന്ന് പിന്നിലോട്ട് വരുന്നതാണ് എണ്ണൂർ. ഈ കഥയാണ് കഴിഞ്ഞ മാസത്തെ ഏറ്റവും മികച്ച സ്റ്റോറി അവതരിപ്പിക്കാൻ സഹായിച്ചത്. ആ ഇനത്തിൽ ശ്രീ വർക്കല രാജുവിനാണ് സമ്മാനം, ഒക്ടോബർ മാസത്തെ സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് ശ്രീ CP ശ്രീകുമാറാണ്. അദ്ദേഹം 4 സമ്മാനമാണ് ആദ്യം സ്പോൺസർ ചെയ്ത. ആ 4 സമ്മാനവും ഈ രാജുവിന്റെ സമ്മാനത്തോടെ കഴിയുന്നു. അദ്ദേഹം തുടർന്നും 2 സമ്മാനം കൂടി, 2 മാസത്തേക്കുള്ള സമ്മാനം കൂടി ശ്രീ CP ശ്രീകുമാർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ഓരോ കണ്ടെയ്നർ ട്രാക്കിങ്ങും കേരളത്തെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയെ, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന കഥയാണ് ഓരോ കണ്ടെയ്നർ ട്രാക്കിങ്ങിലൂടെയും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.